ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മൾ ഏജ് എന്ന ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. PSC പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടം പോലെ ചോദ്യം കാണുന്ന ഒരു പോർഷനാണ്. PSCയുടെ ഇഷ്ട ചാപ്റ്ററാണ് ആക്ച്വലി ഏജ്. അതും ഒത്തിരി വെറൈറ്റി ചോദ്യങ്ങളൊന്നും ഇല്ല മക്കളെ. അതായത് ചില ടൈപ്പ് റേഷ്യോ വരുന്ന ചില ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഒരു വലിയ വൈഡ് ടോപ്പിക് ഒന്നും അല്ല, ചെറിയൊരു ടോപ്പിക്കാണ് ഏജ്. മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷകളെ ഫോക്കസ് ചെയ്താണ് ഞാൻ വീഡിയോസ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം അതിനെ ഫോക്കസ് ചെയ്തുള്ളതാണ്. മറ്റു പരീക്ഷകൾക്ക് അത് ഉപകാരപ്രദമാകില്ല എന്ന് ചോദിച്ചാൽ ഉപകാരപ്രദമാകും, എങ്കിലും ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? PSC പരീക്ഷകളെയാണ്. ഇപ്പൊ കോപ്പറേറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാണ്. SSCയുടെ റെയിൽവേയുടെ ഒക്കെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്രദമാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? PSC പരീക്ഷകളെയാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ നോക്കിയാലോ. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ജോസ് കാപ്പൻ എന്ന പേരിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യണം, JOSCKAPPEN. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഇടുന്ന അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ ചാനലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം യൂട്യൂബിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണാതെ പോകും, മിസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ ഇടുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ലൈക്കായിട്ട് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ നന്നായി തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ അത് സഹായകരമാകും കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നോക്കാം. 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങളും ഏകദേശം ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. 2021 മുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ 2024 അവസാനം അല്ലെങ്കിൽ 2025 ആദ്യം വരെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഓരോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പം അറിയാവുന്ന കുട്ടികളെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അറിയത്തില്ലാത്തവർ ഓരോ ചോദ്യങ്ങളായിട്ട് എക്സ്പ്ലനേഷൻസ് കാണുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 കൊല്ലം മുൻപ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയുടെയും മദർ ഡോട്ടറിന്റെയും വയസ്സിന്റെ റേഷ്യോ 3:1 ആയിരുന്നു. അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സാണെന്ന് പറഞ്ഞാൽ അമ്മയുടെയും മകളുടെയും വയസ്സിന്റെ റേഷ്യോ 3:1 ആയിരുന്നു എന്നല്ലേ. ഓക്കെ, എത്ര വർഷം മുമ്പത്തെ കാര്യം ഇത്? 4 കൊല്ലം മുമ്പ്, 4 years ago. അപ്പൊ 4 കൊല്ലം മുമ്പത്തെ കാര്യമായി പറഞ്ഞേക്കുന്നത്. ഈ റേഷ്യോ 4 കൊല്ലം മുമ്പത്തെ റേഷ്യോ ആണ്. ഓക്കെ, 6 കൊല്ലം കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം ഇത് 4 കൊല്ലം മുമ്പത്തെ, പ്രസന്റിന് 4 കൊല്ലം മുമ്പത്തെ. ഇനി പ്രസന്റിൽ നിന്ന് 6 കൊല്ലം കഴിഞ്ഞാൽ, ഓക്കെ, അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. അപ്പൊ 6 കൊല്ലം കഴിയുമ്പം അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും എന്ന് പറഞ്ഞാൽ ഇവരുടെ വയസ്സിന്റെ റേഷ്യോ 2:1 ആകും എന്നർത്ഥം. അപ്പൊ ഈ റേഷ്യോ ഏത് സമയത്തെയാ? 6 വർഷം കഴിയുമ്പോഴുള്ളതാ അല്ലെ. ആഫ്റ്റർ 6 years ആണ്. ആഫ്റ്റർ 6 years ആണ്. 6 വർഷം കഴിയുമ്പത്തെ കാര്യമാണ് ഇത്. ഓക്കെ, അപ്പൊ 3:1 എന്നുള്ളത് പ്രസന്റ് അല്ല, പ്രസന്റിന് 4 കൊല്ലം മുൻപ്. 2:1 എന്നുള്ളത് പ്രസന്റ് അല്ല, പ്രസന്റിന് 6 വർഷം ശേഷം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 2 റേഷ്യോകൾ തമ്മിൽ 6ഉം 4ഉം 10 വർഷത്തെ വ്യത്യാസമുണ്ട്. ഈ 2 റേഷ്യോകൾ തമ്മിൽ എത്ര വർഷത്തെ? 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ 2 റേഷ്യോകൾ തമ്മിൽ. അതിൽ 10 വന്നത് മനസ്സിലായോ മക്കളെ? ആദ്യത്തെ റേഷ്യോ പ്രസന്റിന് 4 കൊല്ലം മുൻപ്, രണ്ടാമത്തെ റേഷ്യോ പ്രസന്റ് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം. അപ്പം ഒന്ന് 4 മുൻപ്, ഒന്ന് 6 ശേഷം. അപ്പൊ ആകെ 6ഉം 4ഉം 10 വർഷത്തെ വ്യത്യാസമുണ്ട് ഈ റേഷ്യോകൾ തമ്മിൽ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ട രീതി ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കാം. ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത്, എല്ലാ കണക്കിലും ഈ സ്റ്റെപ്പാ, മറക്കരുത്. ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ആദ്യം എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക 2 റേഷ്യോസും തമ്മിൽ.
10 വർഷത്തെ ഇൻറ്റു ഇനി എപ്പോഴും താഴെ കിടക്കുന്ന റേഷ്യോകളുടെ ഡിഫറൻസ് എടുക്കുക. 2ഉം 1ഉം തമ്മിൽ ഡിഫറൻസ് 1 ഓൾ ഡിവൈഡഡ് ബൈ എപ്പോഴും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുക. 3 ഇൻറ്റു 1 3, 2 ഇൻറ്റു 1 2, 3ഉം 2ഉം തമ്മിൽ ഡിഫറൻസ് 1 ഈക്വൽ ടു അപ്പൊ എനിക്ക് 10 കിട്ടും ഒരു റേഷ്യോയുടെ വില. അപ്പൊ ഈ ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എല്ലാ കണക്കുകൾക്കും കോമൺ ആ, മറക്കരുത്. എങ്ങനെയാ ആദ്യം ചെയ്യേണ്ടത്? വർഷങ്ങൾ ഡിഫറൻസ് എടുക്കണം. അതാണ് ഈ എഴുതിയേക്കുന്നത്. സോറി, വർഷങ്ങളല്ല, റേഷ്യോകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കണം. അതാണ് 10 വർഷം എന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ എപ്പോഴും താഴെ കിടക്കുന്ന റേഷ്യോകൾ ഡിഫറൻസ് എടുക്കണം, അതൊന്ന്. പിന്നെ എപ്പോഴും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ടുകൾ ഡിഫറൻസ് എടുക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, ഇത് 2, 3 - 2 1. അതാണ് ഒരു റേഷ്യോയുടെ വില. ഇനി ഒരു റേഷ്യോയുടെ വില കിട്ടിയാൽ അതെപ്പോഴും ആദ്യത്തെ റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു റേഷ്യോ 10 ആണെങ്കിൽ 3 റേഷ്യോയുടെ വില 3 × 10 30, ഒരു റേഷ്യോയുടെ വില 1 × 10 10. അപ്പോൾ 30 10 കിട്ടും. ഒന്നുകൂടെ പറയാം, ഒരു റേഷ്യോയുടെ വില കിട്ടിയാൽ ആ ഒരു റേഷ്യോയുടെ വില എപ്പോഴും ഇവിടെ ആദ്യം കിടക്കുന്ന റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. ഈ 10 കൊണ്ട് ഈ 3നെയും ഈ 10 കൊണ്ട് ഈ 1നെയും ഗുണിക്കുക. അപ്പൊ 30 10 കിട്ടും. ഇനി ഈ റേഷ്യോ ഏത് സമയത്തെ റേഷ്യോ ആണോ ആ സമയത്തെ വയസ്സുകൾ നമുക്ക് കിട്ടും. ഈ റേഷ്യോ 4 വർഷം മുമ്പത്തെ അല്ലേ, അപ്പൊ ഈ കിട്ടിയ 30 10 4 വർഷം മുമ്പത്തെ വയസ്സുകളായിരിക്കും. ഈ റേഷ്യോ പെർസെൻറ്റേജിന്റെ റേഷ്യോ ആണെങ്കിൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പെർസെൻറ്റേജസ് ആയിരിക്കും. ഈ റേഷ്യോ ഏത് സമയത്തെയാണോ ആ സമയത്തെ വയസ്സുകളായിരിക്കും കിട്ടുന്നത്. ഈ റേഷ്യോ 4 വർഷം മുമ്പത്തെ ആയതുകൊണ്ട് കിട്ടുന്ന വയസ്സുകൾ 30 10 4 വർഷം മുമ്പത്തെയാണ്. അപ്പൊ ഇപ്പത്തെ വയസ്സുകൾ കാണാൻ 2നോട് 4 കൂട്ടണം, അതായത് 34 14 അല്ലെ. ചോദ്യം എന്താണ്? മകളുടെ ഇപ്പോഴത്തെ വയസ്സല്ലേ, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 14 കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് 2 റേഷ്യോ തരുന്ന ചോദ്യങ്ങളാണ് ഏജിന്റെ. ഇതാണ് ഏജിന്റെ മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യം. ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 റേഷ്യോ തരും, എന്നിട്ട് ഒരാളുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ ഇത് എപ്പോഴും വരുന്ന. അപ്പൊ ഇത് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചോണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും എക്സാമിന് ചോദിച്ചത് തന്നെയാണ്, ഇതേ പാറ്റേൺ ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്താലോ? ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ആയി വന്നോളൂ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 ആണ്. ഈ 5:2 എന്നത് അച്ഛൻ്റെയും മകൻ്റെയും, സോ ഫാദർ സൺ വയസ്സിന്റെ റേഷ്യോ ആണ്. 10 വർഷത്തിന് ശേഷം 10 വർഷം കഴിയുമ്പം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ ഇരട്ടിയാകും. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ വയസ്സുകളുടെ റേഷ്യോ 2:1 ആകും അച്ഛൻ്റെയും മകൻ്റെയും. ഈ റേഷ്യോകൾ തമ്മിൽ 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിന്റെ റേഷ്യോ എത്രയാ മക്കളെ? 5:2 ആണ്. 10 വർഷം കഴിയുമ്പം അച്ഛനും മകന്റെ ഇരട്ടി വയസ്സാകുമെന്ന് പറഞ്ഞാൽ വയസ്സുകളുടെ റേഷ്യോ 2:1 ആയി മാറും എന്നർത്ഥം. അപ്പൊ എഴുതി 2 റേഷ്യോകളും ഇത് തമ്മിൽ ഡിഫറൻസ് 10 ഇവിടെ എഴുതി വെച്ചു. ഇനി ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കണം. ആണോ? ഒരു റേഷ്യോയുടെ വില കാണാൻ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 10 വർഷത്തെ വ്യത്യാസമുണ്ട് ഈ റേഷ്യോകൾ തമ്മിൽ. ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോ ഡിഫറൻസ് അതൊന്ന് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് 5 × 1 5, 2 × 2 4, 5 4 നമ്മൾ ഡിഫറൻസ് 1 ഈക്വൽ ടു ഒരു റേഷ്യോയുടെ വില 10 കിട്ടി. ഒരു റേഷ്യോയുടെ വില 10. ഈ ഒരു റേഷ്യോയുടെ വില എപ്പോഴും ആദ്യം കിടക്കുന്ന റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 10 × 5 50, 10 × 2 20. അപ്പൊ 50 20 കിട്ടും. ഇനി 5:2 എന്നത് പ്രസന്റ് ഏജസ് ആയതുകൊണ്ട്, പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആയതുകൊണ്ട് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 50 20 പെർസെൻറ്റേജസ് ആണ്. അപ്പൊ അച്ഛന്റെ പെർസെൻറ്റേജ് 50, മകന്റെ പെർസെൻറ്റേജ് 20. സോ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി 20 എന്നാണ് കിട്ടുന്നത്. ശരി, മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 ആണെങ്കിൽ മകന്റെ പ്രായം എന്ത്?
ആ ഇത് മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ക്വസ്റ്റ്യനാ. നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛന് ഇപ്പോൾ 54 വയസ്സുണ്ടെങ്കിൽ മകന്റെ വയസ്സ് എത്ര? മകളെ, അച്ഛന്റെ വയസ്സ് തന്നിട്ട് മകന്റെ വയസ്സ് കാണാൻ ചോദിച്ചാൽ അച്ഛന്റെ വയസ്സിന്റെ നേരെ പകുതി എടുത്താൽ പരിപാടി തീരും മക്കളെ. സോ മകന്റെ വയസ്സ് 27. കണ്ടോ? അപ്പോൾ അച്ഛൻ പറയുവാണ് എനിക്ക് നിന്റെ വയസ്സുണ്ടായിരുന്നപ്പം നീ ഉണ്ടായി, അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം. നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പം നീ ജനിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അച്ഛന്റെ വയസ്സ് തന്നിട്ട് മകന്റെ വയസ്സ് ചോദിച്ചാൽ അച്ഛന്റെ വയസ്സിന്റെ പകുതി എടുക്കണം. മകന്റെ വയസ്സ് തന്നിട്ട് അച്ഛന്റെ വയസ്സ് ചോദിച്ചാൽ മകന്റെ വയസ്സിന്റെ ഇരട്ടി എടുക്കണം. അച്ഛൻ്റെയാ ചോദിക്കുന്നെങ്കിൽ മകന്റെ വയസ്സ് തരും, അപ്പൊ അതിന്റെ ഇരട്ടി എടുത്തോളാം. മകന്റെയാ ചോദിക്കുന്നെങ്കിൽ അച്ഛന്റെ വയസ്സ് തരും, അപ്പൊ അതിന്റെ പകുതി എടുത്തോളാം. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുൻപ് ഇത് 4 ഇരട്ടിയായിരുന്നു. അപ്പം അച്ഛനും ഉണ്ട് മകനും ഉണ്ട്. 4:1 ആയിരുന്നു 5 വർഷം മുമ്പ്. 5 years ago, 5 വർഷം മുമ്പത്തെ വയസ്സിന്റെ റേഷ്യോ. ഇപ്പോൾ അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സുണ്ട്. ഇപ്പോൾ വയസ്സിന്റെ റേഷ്യോ 3:1 ആണ്. അപ്പം 5 വർഷം മുമ്പ് 4:1 ആണ്, ഇപ്പോൾ 3:1 ആണ്. ഇവ തമ്മിൽ 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ശരിയല്ലേ? നിങ്ങൾ ഞാൻ ഇവിടെ ചെയ്ത ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ചോദ്യത്തിൽ 2 റേഷ്യോസ് അല്ലേ ഉള്ളത്. ഒന്ന് പ്രസന്റ് ഏജിന്റെ റേഷ്യോയും ഒന്ന് 5 വർഷം മുമ്പുള്ള വയസ്സിന്റെ റേഷ്യോയും. ഞാൻ ഇതിൽ ആദ്യം എഴുതിയേക്കുന്നത് 5 വർഷം മുമ്പുള്ള വയസ്സിന്റെ റേഷ്യോ അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ പെർസെൻറ്റേജിന്റെ റേഷ്യോ എഴുതിയത്. നിങ്ങളത് ശ്രദ്ധിച്ചോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പഴയ റേഷ്യോ വേണം ആദ്യം എഴുതാൻ. പ്രസന്റും പാസ്റ്റും തന്നാൽ പാസ്റ്റിലെ റേഷ്യോ ആദ്യം എഴുതണം. ഫ്യൂച്ചറും പ്രസന്റും തന്നാൽ പ്രസന്റിലെ റേഷ്യോ ആദ്യം എഴുതണം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ചോദ്യങ്ങളിൽ അങ്ങനെ തന്നെ എഴുതിയത്. അപ്പൊ പഴയ റേഷ്യോ ആദ്യം എഴുതണം എപ്പോഴും. ഇവിടെ ഒരെണ്ണം 5 വർഷം മുമ്പത്തെയാ, ഒരെണ്ണം പ്രസന്റാ. ഇതാണ് പ്രസന്റ്, മറ്റേത് 5 വർഷം മുമ്പത്തെയാ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ആദ്യം എഴുതേണ്ടത് പഴയ റേഷ്യോ, 5 വർഷം മുമ്പത്തെ. ഇനി ഒരു റേഷ്യോയുടെ വില കാണണം മക്കളെ. ഒരു റേഷ്യോയുടെ വില കാണാൻ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് നോക്ക്. 5. താഴെ കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുക 2. ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുക 4ഉം 3ഉം 1. ഒരു റേഷ്യോയുടെ വില 10 എന്ന് കിട്ടും. ഈ 10 കൊണ്ട് ആദ്യം കിടക്കുന്ന റേഷ്യോയിനെ എപ്പോഴും ഗുണിക്കാവുള്ളൂ. ആ റേഷ്യോ ഏത് സമയത്തെയാണോ ആ സമയത്തെ വയസ്സ് കിട്ടും. അപ്പൊ ഈ 10 കൊണ്ട് നമ്മൾ 4നെ ഗുണിക്കുമ്പോൾ 40, 1നെ ഗുണിക്കുമ്പോൾ 10, 40ഉം 10 കിട്ടും. ഇനി ചോദിച്ചേക്കുന്നത് അത് 40, 10 5 വർഷം മുമ്പത്തെ റേഷ്യോയാ. അപ്പൊ ഇപ്പത്തെ റേഷ്യോ, ഇപ്പൊ വയസ്സുകൾ 45ഉം 15ഉം. 40, 10 5 വർഷം മുമ്പത്തെ വയസ്സുകൾ. കാരണം 5 വർഷം മുമ്പത്തെ റേഷ്യോ 4:1, അതിലേക്കാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ കിട്ടിയ വയസ്സുകൾ 5 വർഷം മുമ്പത്തെയാണ്. ഇപ്പത്തെ വയസ്സുകൾ കാണാൻ 2നോട് 5 കൂട്ടണം. 45ഉം 15ഉം ആണ്. ചോദ്യം അച്ഛന്റെ ഇപ്പത്തെ വയസ്സ് എത്രയാണ്? അച്ഛന്റെ ഇപ്പത്തെ വയസ്സ് 45 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. റെഡി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. എ ബി എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. സോ എ ഉണ്ട്, ബി ഉണ്ട്. അവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. ഓക്കെ. 5 വർഷം കഴിഞ്ഞാൽ ഇത് 10:9 ആകും. 5 വർഷം കഴിയുമ്പോൾ 10:9 ആകും. ഓക്കെ. അപ്പൊ ഈ റേഷ്യോകൾ തമ്മിൽ 5 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇത് പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ്. ഇത് പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കണം. ആണോ ഞാൻ പറഞ്ഞത് ശരിയാണോ? ഒരു റേഷ്യോയുടെ വില കാണാൻ 5 ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോ ഡിഫറൻസ് 1 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് 9×5 45, 10 × 4 40 അല്ലെ? 9×5 45, 10 × 4 40. 45 40 നമ്മൾ ഡിഫറൻസ് 5 കിട്ടും. അപ്പോൾ ഒരു റേഷ്യോയുടെ വില 1 കിട്ടും. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ 5 എന്ന റേഷ്യോ ആയതുകൊണ്ട് 5 × 1 5 എന്നും, ബി 4 എന്ന റേഷ്യോ ആയതുകൊണ്ട് 4 × 1 4 എന്നും കിട്ടും. അപ്പൊ അവരുടെ വയസ്സുകൾ 5ഉം 4ഉം ആണ്. എങ്കിൽ എയുടെ വയസ്സ് ഇന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ എയുടെ ഇന്നത്തെ വയസ്സ് 5 വയസ്സാണ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം.
അപ്പം ഞാൻ നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചോദ്യം പോലും എടുത്തില്ല. ഏത് എക്സാം ആണ്, എക്സാം ഡേറ്റ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, ഈ ഒരേ പാറ്റേൺ ചോദ്യം തന്നെയല്ലേ അടുപ്പിച്ച് നടന്ന ഈ എക്സാമുകൾക്കെല്ലാം ചോദിച്ചത് അല്ലേ. കണ്ടോ, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ടൈപ്പാണ് AGന്ന് ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. ഓക്കെ ആണല്ലോ. സോ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു മക്കളെ.